ചാരൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു താറാവ് റോസ്റ്റാണ്. അതിനായി നമ്മൾ 2 ഇടത്തരം താറാവിനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. താറാവിനെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇതിൽ ഞങ്ങൾ തന്നെ പറിച്ചെടുത്ത ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ നിന്നുള്ള പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സവാള, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും ആവശ്യമാണ്. മുറിച്ചു വെച്ച താറാവിനെ നല്ല വൃത്തിക്ക് നമുക്ക് കഴുകിയെടുക്കാം. വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് അതിനെ ഇറക്കി വെക്കുക. 1-2 തവണ നല്ല വൃത്തിക്ക് ഇത് കഴുകിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളം വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ താറാവിറച്ചി നല്ല വൃത്തിയായിട്ട് കിട്ടും. കഴുകിയതിന് ശേഷം വെള്ളം മൊത്തമായിട്ട് ഊറിപ്പോകാനായിട്ട് അല്പനേരം വയ്ക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് തുടങ്ങിയവയിട്ട് നമ്മുടെ താറാവിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. സവാള അരിയുമ്പോൾ നല്ല നൈസിന് തിന്നായിട്ട് അരിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം പച്ചമുളകും തക്കാളിക്കയും നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വെക്കാം. കറിവേപ്പിലയും കഴുകിയെടുത്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തുടങ്ങിയവയെ നമുക്ക് എടുത്ത് റെഡിയാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് പാചകം തുടങ്ങിയാലോ? ഞങ്ങൾ വെളിയിലാണ് ഇന്ന് പാചകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി ഞങ്ങളൊരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. തീയൊക്കെ കൂട്ടുകയാണ് ഞങ്ങളിപ്പോൾ. തീ നന്നായി കത്തിയതിനു ശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുക. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും ഇടുക. ഒന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂടാതെ നോക്കണം. അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അല്പം കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സ്പൈസസ് എല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിച്ചോണം. ചൂട് കൂടാതെ നോക്കിക്കോണം. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിറച്ചിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം.
കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഇങ്ങോട്ട് നല്ലതായിട്ട് നമ്മുടെ താറാവിൽ പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചി കട്ടിയായി പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെ തയ്യാറാക്കി ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഇറച്ചി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വരെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു പാത്രം വെച്ച് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. അവൻ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് റെഡി ആവട്ടെന്നേ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. വാവ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ താറാവ് റോസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് തിളക്കിയോടെ കിടന്ന് നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് കടു വറുത്തിടാം. അതിനായിട്ട് നമ്മളൊരു ഫ്രൈങ് പാനിനകത്ത് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇച്ചിരി കടുവും ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. വറുത്തെടുത്ത കടുക് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഡക്ക് റോസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും വായിൽ നിന്ന് കപ്പൽ ഓടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ചേക്ക്, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നേ. ഇനിയും വ്യത്യസ്തമായ ഔട്ട്ഡോർ കുക്കിങ്ങുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും ബൈ.